മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകം 363 എപ്പിസോഡിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് ഇനി ഓർമ്മ. കഴിഞ്ഞ 3-ന് ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് TJS ജോർജ്. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അധികായകരിൽ ഒരാൾ. അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ പേരിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിലടയ്ക്കപ്പെട്ട പത്രാധിപർ. നിർഭയ പത്രപ്രവർത്തനത്തിന്റെ മുഖം. എഴുത്തുകൊണ്ടും നിലപാടുകൊണ്ടും വ്യത്യസ്തൻ. അതായിരുന്നു TJS ജോർജ്. തയ്യിൽ ജേക്കബ് സോണി ജോർജ് എന്നാണ് TJSന്റെ പൂർണ്ണനാമം. എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ, ജീവചരിത്രകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് TJS. 2011-ൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2019-ൽ കേരള സർക്കാരിന്റെ പത്രപ്രവർത്തന രംഗത്തെ ഉന്നത അംഗീകാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും ലഭിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ TJS ജോർജ് 1950-ൽ ബോംബെയിലെ ഫ്രീ പ്രസ് ജേണലിലൂടെയാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ തുടങ്ങി വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്തു. ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യാവീക്കിന്റെ സ്ഥാപക പത്രാധിപർ കൂടിയായിരുന്നു ജോർജ്. പ്രശസ്ത കോളമിസ്റ്റും. TJSന്റെ അരനൂറ്റാണ്ടിലേറെ നീണ്ട പത്രപ്രവർത്തന ജീവിതം ഇന്ത്യൻ മാധ്യമരംഗത്തെ ഒരു സുവർണയുഗത്തിന്റെ അടയാളപ്പെടുത്തലാണ്. എഴുത്തിലും രൂപകൽപ്പനയിലും ആശയങ്ങളിലും അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഇന്നും മാധ്യമ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാണ്. മുൻ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ, MS സുബ്ബലക്ഷ്മി, സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ക്വാൻ യു എന്നിവരുടെ ജീവചരിത്രവും എഴുതി. അടിയന്തരാവസ്ഥ കാലത്തടക്കം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് കൈക്കൊണ്ട TJS എന്നും ലിബറൽ ജേർണലിസത്തിന്റെ ധീരനായ വക്താവായിരുന്നു. പത്രപ്രവർത്തനം ജീവിതവും ശ്വാസവുമാക്കിയ വ്യക്തിത്വമാണ് വിട പറയുന്നത്. TJS ജോർജിന്റെ കാര്യത്തിൽ പാറ്റ്നയിലെ അദ്ദേഹത്തിന്റെ തടവ് ജീവിതത്തിന്റെ ആ കാലത്ത് നമ്മൾ കടന്നുപോയത് എന്തായിരുന്നു കുറ്റം ജോർജിന്റെ എതിരെ ഉള്ളത്? ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ സെഡിഷൻ, രാജ്യദ്രോഹം എന്നായിരുന്നു കുറ്റം. സ്വദേശാഭിമാനി പത്രാധിപർ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് ഇതേ കുറ്റം ആരോപിച്ചുകൊണ്ടായിരുന്നു. സെഡിഷൻ, രാജ്യദ്രോഹം. രാജ്യദ്രോഹവും രാജദ്രോഹവും രണ്ടാണ് എന്ന് സ്വദേശാഭിമാനി അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വദേശാഭിമാനിയുടെ പേരിലുള്ള പുരസ്കാരം കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും സമുന്നതമായ ഉയർന്ന മാധ്യമ പുരസ്കാരം അത് TJS ജോർജ് എന്ന മലയാളിക്ക് നൽകിയപ്പോൾ അതിൽ ഒരു കാവ്യ നീതി ഉണ്ടായിരുന്നു. സ്വദേശാഭിമാനിയുടെ പേരിലുള്ള പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തി തന്നെയായിരുന്നു TJS ജോർജ്. ജോർജ് പിന്നീട് വിദേശത്തേക്ക് പോയി, ഹോങ്കോങ്ങിൽ. അവിടെ ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ എന്ന പ്രസിദ്ധമായ മാഗസിൻ്റെ പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹം അന്ന് 1975-ൽ വിദേശത്തായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ജയിലിൽ പോകുന്നതിനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. അടിയന്തരാവസ്ഥ. കുൽദീപ് നയ്യാർ ജയിലിൽ പോയതുപോലെ, അല്ലെങ്കിൽ അതുപോലെ 300ഓളം പത്രപ്രവർത്തകർ ഇന്ത്യ ഒട്ടുക്ക് ജയിലിൽ കിടക്കേണ്ടി വന്ന ആ കാലം, അടിയന്തരാവസ്ഥ, അതിൽ തീർച്ചയായും ജോർജ് ഉൾപ്പെടുമായിരുന്നു. പക്ഷെ അദ്ദേഹം വന്ന് ഹോങ്കോങ്ങിലായിരുന്നു. അക്കാലത്ത് അദ്ദേഹം ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ വിട്ട് സ്വന്തമായി ഏഷ്യ വീക്ക്, അമേരിക്കയിലെ ന്യൂസ് വീക്ക് മാഗസിൻ്റെ മാതൃകയിൽ ആരംഭിക്കുകയുണ്ടായി. അത് നന്നായി പ്രവർത്തിച്ചു. അദ്ദേഹം അത് മറ്റാർക്കോ വിറ്റ് അങ്ങനെയാണ് അത് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അന്ന് ചൈന, മാവോയുടെ ചൈന എന്ന് പറഞ്ഞാൽ ബാംബു കർട്ടൻ കൊണ്ട് മറയ്ക്കപ്പെട്ട രാജ്യമായിരുന്നു. അതൊരു വിശേഷണമാണ്. മുളമറ, അയാൾ ആവരണം ചെയ്യപ്പെട്ട രാജ്യം. ഒരു കാര്യമില്ല, ചൈനയെക്കുറിച്ച് ഒരു കാര്യവും പുറത്ത് അറിയാൻ സാധ്യതയില്ലാത്ത അക്കാലത്ത് ഹോങ്കോങ് ആസ്ഥാനമാക്കിക്കൊണ്ട് ആധികാരികമായി ചൈന നിരീക്ഷണം നടത്തിയ ആളായിരുന്നു TJS ജോർജ്. ആ സൗത്ത് ഈസ്റ്റ്, ദക്ഷിണപൂർവേഷ്യയൊക്കെ അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള, ഹൃദിസ്ഥമാക്കിയ പ്രദേശമായിരുന്നു. 1975-ൽ വിയറ്റ്നാം യുദ്ധം അവസാനിച്ച ഉടനെ അദ്ദേഹം വിയറ്റ്നാം സന്ദർശിക്കുകയും ഹോച്ചിമിൻ്റെ നാട്ടിൽ എന്ന പേരിൽ മലയാളത്തിൽ ഒരു പുസ്തകം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പത്രാധിപർ, അദ്ദേഹത്തിൻ്റെ ആരാധന തോന്നിയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. കൂടുതലും എഴുതിയിട്ടുള്ളത് ബയോഗ്രഫി, ജീവചരിത്രമാണ്.
MS സുബ്ബലക്ഷ്മി മുതൽ നർഗീസ് വരെ, അല്ലെങ്കിൽ VK കൃഷ്ണമേനോൻ മുതൽ ലീ ക്വാൻ യു വരെ, സിംഗപ്പൂരിലെ പ്രധാനമന്ത്രി. അദ്ദേഹം പലരെക്കുറിച്ച്, പോത്തൻ ജോസഫിനെ കുറിച്ച് വിഖ്യാതനായ പത്രാധിപർ ആരാധനയോടെ 2 പുസ്തകങ്ങൾ ജോർജ് എഴുതിയിട്ടുണ്ട്. ജോർജിന്റെ മുതലാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ഉടമ രാംനാഥ് ഗോയങ്കയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് 2ആയി പിരിഞ്ഞ ഘട്ടത്തിൽ ദക്ഷിണേന്ത്യൻ കമ്പനിയായ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ അഡ്വൈസറായി പ്രവർത്തനം ആരംഭിച്ചു. 25 വർഷം അദ്ദേഹം ആ പത്രത്തിൽ ഞായറാഴ്ച തോറും ഒരു കോളം പതിവായി എഴുതിയിരുന്നു. പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ആ കോളത്തിന്റെ പേര്. അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ ഒരു പങ്ക്തിയുടെ കോളം, അതിൻ്റെ ആഴം, അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ആകർഷണീയത, പാരായണക്ഷമത, ഒക്കെ ഏത് ഇംഗ്ലീഷുകാരനെയും അസൂയ തോന്നുന്ന രീതിയിൽ ഉത്തമമായ, ഉദാത്തമായ, ആകർഷകമായ രീതിയിൽ ആ പങ്ക്തി എഴുതിക്കൊണ്ടു പോകാൻ ജോർജിന് അന്ന് കഴിഞ്ഞിരുന്നു. ഒടുവിൽ 2022 ജൂണിൽ ആ ലക്കത്തിൽ വന്നതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന പങ്ക്തിയുടെ തലക്കെട്ട് നൗ ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്നായിരുന്നു. അതിൻ്റെ വിടവാങ്ങലായിരുന്നു. അന്ന് അദ്ദേഹം പേന താഴെ വെച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ലാപ്ടോപ്പിലോ കീബോർഡിലോ ആയിരുന്നില്ല എഴുതിക്കൊണ്ടിരുന്നത്. മഷി നിറച്ച പേന കൊണ്ട് കടലാസിൽ ലോങ് ഹാൻഡിൽ എഴുതുന്ന ശീലമായിരുന്നു ജോർജിൻ്റേത്. അപ്പോൾ അത്രയും ആ ആധുനികതയിലേക്ക് വരാതെ ആ പഴയ രീതികൾ കുറേയൊക്കെ പിന്തുടർന്നുകൊണ്ട്, എന്നാൽ അതോടൊപ്പം ആ പഴയ മൂല്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് 75 വർഷം സാർത്ഥകമായ പത്രപ്രവർത്തനം നടത്തി നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനങ്ങൾക്ക് സമർത്ഥമായ നേതൃത്വം നൽകിയ അതുല്യനായ പത്രാധിപരെയാണ് TJS ജോർജിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായത്. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംഗമം തിരുവനന്തപുരം മാനവീയം വീതിയിൽ നടന്നു. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് മുഖ്യാതിഥിയായിരുന്നു. MPമാരായ ജോൺ ബ്രിട്ടാസ്, A റഹീം, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, സെക്രട്ടറി അരുൺ SS എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഗാസയ്ക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി. നിറഞ്ഞു കവിഞ്ഞ മാനവീയം വീതിയെ സാക്ഷിയാക്കി ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കേരള മീഡിയ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള 2025ന്റെ സമാപനം. മാനവീയം വീതിയിൽ നടന്ന സേവ് ഗാസ സംഗമത്തിന്റെ ഉദ്ഘാടനം രാജ്യസഭാ MPയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ജോൺ ബ്രിട്ടാസ് നിർവഹിച്ചു. പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ വിദ്യാർത്ഥികളുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദീപങ്ങൾ തെളിയിച്ചു. ഇത്തരമൊരു പരിപാടി, ഒരു അന്താരാഷ്ട്ര സെമിനാറും അതുപോലെ തന്നെ അതിൻ്റെ ഇതിവൃത്തമായി ഗാസയെ കൂടി തിരഞ്ഞെടുത്ത മീഡിയ അക്കാഡമിക്കുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ. ഈ പരിപാടിയിൽ വന്ന ആൾക്കാരുടെ ഒരു പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോലും ഇതുപോലെ അർത്ഥപൂർണമായ ഒരു മാധ്യമ സംഗമം നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ പറ്റും. ഈ ഒരു പരിപാടിയുടെ അവസാനത്തെ ഒരു കണ്ണി ഗാസയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് മീഡിയ അക്കാഡമിയുടെ ഈ ഒരു 4 ദിന പ്രോജ്വലമായ പരിപാടിയെ കുറേയും കൂടി തിളക്കമറ്റതാക്കുന്നത്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെപ്പോലൊരു വ്യക്തി പലസ്തീനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ, അല്ലെങ്കിൽ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്നപോലെ പലസ്തീൻകാർക്ക് അവകാശപ്പെട്ടതാണ് പലസ്തീൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അവിടെ നിന്ന് വന്ന, പലസ്തീനിൽ നിന്ന് വന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൈകളിലും കാലുകളിലും നെഞ്ചിലുമൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ പച്ച കുത്തിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന്. അല്ല,
അവർ ബോംബാക്രമണത്തിൽ ചിന്നിച്ചിതറുമ്പോൾ അവരാരുടെ മക്കളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗാസയിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തും കൈകാലുകളിലും മാതാപിതാക്കളുടെ പേരുകൾ ആലേഖനം ചെയ്യുന്നത്. അൽ ജസീറയിലെ കൊല്ലപ്പെട്ട ഒരു ലേഖകൻ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വീഡിയോയിൽ ഒരു സന്ദേശം പകർത്തി വച്ചിരുന്നു തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്. അൽ ജസീറയിൽ അത് സംപ്രേഷണം ചെയ്തു. എന്തായിരുന്നു? ഞങ്ങൾ പറയുന്ന ഈ ദുരന്തത്തിൻ്റെ സത്യത്തിൻ്റെ കഥ ഞാനില്ലെങ്കിലും ഒരു പതാകയായി, ഒരു പന്തമായി, ദീപമായി ഏറ്റെടുക്കാൻ എൻ്റെ സഹപ്രവർത്തകർ ഉണ്ടാകണമെന്നുള്ളൊരു അപേക്ഷയാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി SS അരുൺ സ്വാഗതം ആശംസിച്ചു. AA റഹീം MP മുഖ്യാതിഥിയായി. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ, നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നതിൽ എന്തു ന്യായമാണ് ഇസ്രായേലിന് പറയാനുള്ളത്, അമേരിക്കയ്ക്ക് പറയാനുള്ളത്? ഏകപക്ഷീയമായ വംശഹത്യയ്ക്കാണ് ഗാസയിൽ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ മനുഷ്യരുടെ ശബ്ദങ്ങളിൽ, അവരുടെ രചനകളിൽ, അവരുടെ നിവർന്നു നിൽക്കുന്ന ആത്മവിശ്വാസമാർന്ന മുഖങ്ങളിലുണ്ട്. മരിക്കാൻ പോകുന്നവരാണ്. മാധ്യമങ്ങൾ സംസാരിക്കുന്നു, മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നു. അവരോട് കേരളത്തിൻ്റെ മീഡിയ അക്കാദമി ഒരു വലിയൊരു മാധ്യമോത്സവം തന്നെ ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇക്കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ അതിൻ്റെ തീം തന്നെ ഗാസയാക്കുകയും, ഗാസയിൽ ആരംഭിക്കുകയും ഗാസയിൽ അവസാനിക്കുകയും ചെയ്തുകൊണ്ട് മീഡിയ അക്കാദമിയും കേരളത്തിൻ്റെ മാധ്യമ ലോകവും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അത് ഞങ്ങൾ പൊരുതുന്ന പലസ്തീനൊപ്പമാണെന്നുള്ള സന്ദേശമാണ് ഉയർത്തുന്നത്. ആ സന്ദേശത്തിനൊപ്പം ഞാനും ഐക്യപ്പെടുന്നു. കേരളത്തിൽ നിന്നും ലോകത്തിന് നൽകുന്ന ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിൻ്റെ ദീപമാണ് ഇന്നിവിടെ ജോൺ ബ്രിട്ടാസ് തെളിച്ചത്. ലോക മനസാക്ഷി മരവിച്ച ഒരവസ്ഥയിലാണ്. ഗാസയിൽ വളരെ ചെറിയൊരു സ്ഥലം, ആ ഗാസയിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 300 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഈ 300 മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? അവർ അവിടെ ക്രൂരമായിട്ട്, ഇസ്രയേലികൾ ക്രൂരമായി കൊന്ന 18,000 കുഞ്ഞുങ്ങളുടെ കഥകൾ, അവരുടെ ദയനീയ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നു. അതിനാണ് അവരെ കൊന്നത്. അവിടെ 68,000 മനുഷ്യരെ കൊന്നു. ആ ക്രൂരത അവർ ലോകത്തോട് പറഞ്ഞതിനാണ് അവരെ കൊന്നത്. ആശുപത്രികൾ ആക്രമിക്കുന്നു. പട്ടിണിക്കാരായ കുഞ്ഞുങ്ങൾ 150 പേരാണ് വിശപ്പ് കൊണ്ട് മരിച്ചത്. ആ കാര്യം ലോകത്തെ അറിയിച്ചു. ഇതിലുള്ള പ്രതിഷേധമായിട്ടാണ് അവരുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മാധ്യമപ്രവർത്തകരെ കൊന്നത്. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള സമർപ്പിച്ചത് ഈ ഗാസയിൽ രക്തസാക്ഷികളായ 300-ലധികം മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയാണ്. ഈ സമ്മേളനത്തിൽ പലസ്തീൻ അംബാസിഡർ ഉൾപ്പെടെയുള്ളവർ എത്തി. അത് ഈ സമ്മേളനത്തിൻ്റെ, ഈ ഫെസ്റ്റിവലിൻ്റെ സമാപനമായിട്ടാണ് സേവ് ഗാസ എന്ന ഈ സംഗമം നടത്തുന്നത്. പ്രമോദ് പയ്യന്നൂർ, വിനോദ് വൈശാഖി, R പാർവതീദേവി, സുരേഷ് വെള്ളിമംഗലം എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച IMFK 2025ന്റെ ഭാഗമായി പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബുശ്വേഷ് തലസ്ഥാനത്തെത്തി. പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബുശ്വേഷുമായി കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥി ആദിത്യൻ M സുരേഷ് നടത്തിയ അഭിമുഖം കാണാം. As you said, you are coming to Kerala first time and experiencing media, especially for media students, interacting with media and attending in a conclave that embracing and that specifically saying about the media person and the warfare. So how do you experience all this and what is a comment on this program, IMFK? Thank you so much indeed again for having me. And this is the first interview that I have this day. And it's my pleasure, of course, to be with you. Indeed, yes, again, as I rightly mentioned in my speech for all of you, all your colleagues here in the Kerala Media Academy, one of the warfare that launched against the Palestinian people more than 100 years ago is the
media. It's a media free, which is not less devastating than the regular war that you are watching right now, or the genocidal war that you are watching it in your TVs and your smartphones, of course. So that the Zionist movement launched a devastating media war against us, and on top of that, the very first slogan that dominate and occupied the discourse in the Western media at that time, early 1990, 1917, 1920, 1930s, which is a land without people for people without land, which means that at that time the media is completely erased from the discourse, from the mind of the people worldwide. And still, this exact narrative, or what did they call it, the propaganda, they call it Hasbara, is still running against us, still depicting us as a Palestinian people as anarchists, or not anarchists. They use just one word, which is terrorist people, which is not the truth. So that I'm here today, just of course, because this is an event for solidarity with Gaza, with the Palestinian people, but also to raise my voice and to send my message to you and to all of your colleagues and to Kerala in general. Thank you for all the support that we are receiving from you, but when it came to the media, we want you not only to report from Gaza, report about the Palestinian, which is necessary, but again, it's not sufficient. We want you to come with the very harsh question, to ask us, because this is the only way that we will guarantee our story, the truth, the reality, the history will be exposed. So as you said before, like using social media is a kind of power. So for all kind of people using social media and again saying the same thing about Gaza and about the Palestine. So how do you see that thing? Because the war are happening for 1 and 2 years, but still we are saying again and again Gaza, and now the countries and the leaders are aware of about the crisis and about the exact scenario, and they are changing their attitude. So how do you see that thing? Indeed, there is two types of media, the classical media or the classical media platforms and entities, which is unfortunately we the Palestinians did not have the chance to appear on it. And it's already, it's not in the other hands, of course, in the Zionist movement. But there is another different type of media, which is the social media. And to be very frank, the social media gave us the chance as a Palestinian people to expose the pictures and the photos, but not again the narrative, not the story of the Palestine to some extent. This social media, and as I already mentioned in my speech before you, that the social media might be the only or the best tool in our hand. Cheap, very legitimate, very legal, available for each one of you, especially the new generation, likewise you all. I appeal to you there, and still appealing to you and to everyone here in Kerala and India, everywhere. Use your social media. Don't stop at all posting about Gaza, reposting the videos and photos came from Gaza. And also, which is very important, don't stop follow and post and share with every single politician, corrupt politician who's in complicit or indirect engagement in the genocide on Gaza. Don't stop share with him and his social media platform the videos, the photos came from Gaza. This is the best way that we're gonna be guaranteed that when he's going to sleep or he woke up, he will watch what did his dirty hand conducted in Gaza. Yes. So we all know that genocide is happening in Gaza. They are killing childs, the innocent childs, and they are destroying hospitals. There are no internet facilities to communicate, and they are completely shatter the lives of common people. So how do you
expect, or how do you see those things happening in Gaza, or what is the root cause that's all these cruel scenarios that's happening in Gaza? You should light in a tip of iceberg of the misery of the Palestinian people, misery on Gaza that they are enduring it for approximately 2 years in a row right now. But also, this is not the end of the game. And you ask about what is the root of this, is the occupation. And I already mentioned that the one who sowed the seeds to all the evil that the Palestinian is enduring since 180 years is the United Kingdom, when they pledged our homeland through the Balfour Declaration to the Khazarian Jew. This is the root of the problem. It's not just happened in October 7th and October 6th or any. There is a root to this. There is a context to what happened at that time. And there is a context. Without shed light on this context, without tackling and dealing with the context, unfortunately, we will find ourselves forever in the same exact unanswered. So I think 150 countries accepted Palestine as a country. So when you form a country, Palestine, so what do you expect from the politicians or the leaders of that country, Palestine, or how do you imagine that country would be in future? We already as a Palestinian people, as a Palestinian Liberation Organization, under the chairmanship of Yasser Arafat, 33 years ago, signed Oslo Accord. In Oslo Accord, we, the Palestinians, accept to build our state in only 22% of our historical land. This is the most compromise that anyone can do it for the sake of this. So we still looking to build our state, the two-state solution, to build to embodiment of our state in only 22% of our historical land. I mean Gaza, West Bank, including East Jerusalem. Okay, I asked about the perception of would it be more democratical, or what is kind of the side of the politics that country would embrace, or that would say? It will be democratical country, because we believe of democracy. We believe, of course, but not only democracy, of course, because we already witnessed the democracy and the Western value. When it came to the Palestinian, then we discovered that there is no democracy, no speech, freedom of speech, no freedom even of movement, and all of this stuff. It became nothing when it was tested in reality. I mean, when it was tested on the Gaza level, so to speak, in reality. So that we look for a real democratic state where there is a real free of speech, where there is a real free of movement, and where there is no hypocrisy or double standard. Okay. So how do you are coming from a warfare, and you are daily seeing so much children, other people dying in warfare, and how do you, when you look back, so how do you feel that how do you feel peculiarly about Hamas? Did they fuel up things, or how do they incorporate, or how do they contribute into this current situation? This is the main point, that the Western media is usually trying to put us as if the problem was Hamas. Hamas was created 20 years after the Israeli occupation. Hamas was created 39 years after Al-Nakba 1948. Hamas is a consequence of this Israeli occupation. So that we cannot accept anyone just to sit to put the issue as if it was started again in October 7th, and the only problem is Hamas. Okay. The problem is the Israeli deal and the Western hypocrisy, Western double standard. This is that. Okay. Thank you, sir. That was a very contentful chatting with you. So thank you so much.